നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് ധാരണയിലെത്തും. 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. 3 തവണ മത്സരിച്ച 6 പേരെ ഒഴിവാക്കണമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇവരിൽ ചിലർക്ക് ഇളവ് നൽകണമെന്ന ആവശ്യം ജില്ലാ നേതൃയോഗങ്ങളിലുണ്ടായി. ഒരു ടേം മാത്രം പിന്നിട്ട് തൃശൂർ MLA P. ബാലചന്ദ്രന്റെ പേര് ജില്ലയിൽ നിന്നുള്ള ശുപാർശയിലില്ല. തർക്കങ്ങൾക്കൊടുവിലാണ് പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തൃശ്ശൂരിൽ നടൻ ജയരാജ് വാര്യരെ മത്സരിപ്പിക്കുന്നതിലും ഇന്ന് തീരുമാനമാകും. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് CPI സ്ഥാനാർത്ഥി പട്ടിക രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികൾ? നിഷാദ്, 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ആ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്നത് സംബന്ധിച്ച് ജില്ലാ നേതൃയോഗങ്ങളുടെ ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനകത്തൊരു ടേം വ്യവസ്ഥ ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. 3 ടേം മത്സരിച്ച ആൾക്കാർക്ക് ഇനി വീണ്ടും അവസരം നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 6 പേർക്ക് ഇനി മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. കാഞ്ഞങ്ങാട് MLA ആയിരുന്ന മുൻ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ പുനലൂർ MLA ആയിരുന്ന ജില്ലാ സെക്രട്ടറി PS. സുബാല്, അതുപോലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്ന GS ജയലാൽ അടക്കം 6 പേർക്കാണ് മത്സരിക്കാൻ കഴിയാതിരുന്നത്. എന്നിട്ട് ജില്ലാ നേതൃത്വം 14 ജില്ലാ നേതൃത്വങ്ങളോടും 3 പേരടങ്ങുന്ന പട്ടിക വെച്ച് തിരികെ അയക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. അങ്ങനെ ജില്ലകളിൽ 3 പേരുടെ പട്ടിക അടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് ആ പട്ടിക തിരികെ അയച്ചിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പിന്നീട് സംസ്ഥാന എക്സിക്യൂട്ടീവ്, അതിനുശേഷം സംസ്ഥാന കൗൺസിൽ, ഈ 3 യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരും. ഇതിനകത്ത് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കോട്ടയം വൈക്കത്ത് മത്സരിക്കുന്ന ആശ, CK ആശ അവിടെ വീണ്ടും മത്സരിക്കേണ്ടതില്ല, 2 ടേം കഴിഞ്ഞു, പുതിയ ആളെ കൊണ്ടുവരാമെന്ന തീരുമാനമെടുത്തതുകൊണ്ട് കോട്ടയം ജില്ലാ നേതൃത്വം അവരുടെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് പട്ടിക ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ആ യോഗത്തിൽ അതിവൈകാരികമായിട്ട് CK ആശ സംസാരിച്ചു. താൻ 2 തവണയെ മത്സരിച്ചുള്ളൂ, 3 ടേമാണ് നിബന്ധന എന്നടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇളവ് നൽകണമോ എന്നുള്ളത് ഇവിടെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. കൊല്ലത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. കൊല്ലത്ത് പുനലൂരിൽ, അത് അവിടുത്തെ ഒരു കോട്ട, ഇടതു മുന്നണിയുടെ ഒരു കോട്ടയെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ PS. സുബാലിനെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് മാറ്റി നിർത്തൽ, അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന ശുപാർശ ജില്ലാ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ GS ജയലാൽ ചാത്തന്നൂര് തുടർച്ചയായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് BJP വന്ന സ്ഥലമാണ്. BJPക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ജയലാലെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തും അന്തിമ തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും. തിരുവനന്തപുരത്ത് 2 സീറ്റിൽ മത്സരിക്കുന്നു. നെടുമങ്ങാട് ഭക്ഷ്യമന്ത്രി GR തന്നെ മത്സരിക്കും. മനോജ് B. ഇടമണയാണ് ചിറയൻകീഴ് സീറ്റിൽ മത്സരിക്കുന്നത്. V. ശശിയെ ഒഴിവാക്കിക്കൊണ്ടാണ് മനോജ് B. ഇടമണ, സംസ്ഥാന കൗൺസിൽ അംഗമാണ്, അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ കാര്യമായ തർക്കമില്ല. പട്ടാമ്പിയിലെ സീറ്റിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. മുഹമ്മദ് മുഹസിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തു. പക്ഷേ അത് വലിയ ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹത്തെ വീണ്ടും ഉൾപ്പെടുത്താൻ വേണ്ടി ജില്ലാ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അവിടെ പന്നിൻ രവീന്ദ്രന്റെ പേരടക്കം സംസ്ഥാന നേതൃത്വത്തിന് ആ പട്ടികയായി നൽകിയിട്ടുണ്ട്. അങ്ങനെ മറ്റിടങ്ങളിൽ കാര്യമായ തർക്കങ്ങൾ നമുക്ക് കാണാനില്ല. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരും. സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം CPM ഉം CPI തമ്മിൽ 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറാനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ. പക്ഷേ ഒരു ധാരണയിലേക്ക് ഇന്ന് എത്തിച്ചേരും. നിഷാദ്, ശരി.